ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോൾക്ക് വയ്യാത്തതല്ലേ, ഇങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനും കൂടെ പോകുന്നതിന് തൊട്ട് മുമ്പ് നയനയെ നിന്ന് ഉപദേശിക്കുക. അപ്പം ഞാൻ തിരിച്ചു വന്നതേ പഴയ നയനയായിട്ടാണ്. ഇനി ആരുടെ മുന്നിലും ഒന്നിനും താഴ്ന്നു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് നയന ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയുന്നു. എന്ന് വെച്ച് അഹങ്കാരം പറയുന്നൊന്നും അല്ലച്ചാ ഞാൻ പറയുന്നത്. ന്യായമായ കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിച്ചിരിക്കും, അതിനൊരു സംശയം വേണ്ടെന്ന് നയന പറയുക. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാ അപ്പച്ചിയും അവരുടെ മോനും ഒക്കെ ഇവിടെ നിൽക്കുന്നേ? എന്നിട്ട് അവരെന്തൊക്കെയാ പറയുന്നേ? ചേച്ചി പോലും തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ശത്രുക്കളാക്കിയില്ലേ? എന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് നയന ചോദിക്കുക. നന്ദു ഈ വീട്ടിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം അച്ഛനും അമ്മയും തന്നെയാണെന്ന കാര്യം നയന പറയുക. അനിയുടെ അമ്മയുടെ എതിർപ്പ് പോലും മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛനും അമ്മയും കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത് കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധം പോലും വേണ്ടാന്ന് വെച്ചത്. ഇവരാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ആക്ഷേപിച്ചാലോ? അന്നേരം പക്ഷെ മോളുടെ അനിയത്തി ഉണ്ടല്ലോ, ആരുടെയും മുഖം ഓർക്കാതെയാണ് മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞത്. അത് വലിയ തെറ്റായി പോയെന്ന് കനക പറയുമ്പം അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തു എന്നല്ലേ അമ്മേ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തത് ആരാ മോളെ, അനാമികയല്ലേ എന്ന് കനക നയനയോട് ചോദിക്കുക. അവളെയും അവളുടെ അച്ഛനെയും അമ്മയെയും നന്ദുവിന് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവരെന്തോ പേപ്പറിൽ എഴുതി കൊടുത്തു എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അതും ഈ സമയത്ത്. അപ്പം നിശ്ചയം നടന്നിരുന്നെങ്കിൽ അത് പ്രശ്നമാവില്ലായിരുന്നു അമ്മയെന്ന് ചോദിക്കുകയാണ് നേരം നയന. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾ കുറച്ച് ഓവറായി മോളെ എന്ന് ഗോവിന്ദേട്ടൻ. അതിന് അവളോട് സംസാരിച്ചേ പറ്റുമെന്നും അച്ഛൻ. അങ്ങനെ ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. മോളെ ആകെ പേടിയാവുക എനിക്കെന്ന് കനക അന്നേരം പറയാം. ഞാൻ ഇന്നലെയും കൂടി ഗോവിന്ദേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ. ആ ജോത്സ്യനുണ്ടല്ലോ, അങ്ങേരെ എപ്പോൾ കബഡി നിരത്തി നോക്കിയാലും പറയുന്നതേ നന്ദുവിൻ്റെ മനസ്സിലൊരു പയ്യനുണ്ടെന്നും ആ പയ്യനെ മാത്രമേ കെട്ടുള്ളൂ എന്നോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്ന് നയന ചോദിക്കുമ്പം അതെ, കഴിഞ്ഞൊരു ദിവസം വേറൊരു ജാതകം നോക്കാനായിട്ട് ജോത്സ്യൻ്റെ അടുത്ത് ഞാൻ പോയായിരുന്നു, അപ്പോഴും അങ്ങേരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി അനിയെ ഉപദേശിക്കാനോ ശാസിക്കാനോ ഞാൻ നിൽക്കില്ല എന്ന്. ഒരിക്കലും നന്ദുവിനെയും അനിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ മോള് നിമിത്തമാകരുത് എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ സത്യസന്ധമായി നിന്നിട്ടും കേൾക്കുന്നതെല്ലാം ഇതല്ലേ അച്ഛാ, പിന്നെ എന്തിനാ നമ്മൾ റിസ്ക് എടുത്ത് ഓരോന്ന് ചെയ്യുന്നതെന്ന് നയന ചോദിക്കുവാണ്. നമ്മൾ നിൽക്കുക കനക, ഇനി അനിയുടെയും നന്ദുവിൻ്റെയും വിധി എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ വരട്ടെ എന്നും പറഞ്ഞു. മോളിനി വഴക്കിനൊന്നും പോകരുത് കേട്ടോ, ആരോഗ്യം നോക്കണം കേട്ടോ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുമ്പോൾ, മോളെ ഇനി 7-ാം മാസത്തെ ചടങ്ങൊക്കെ ഉടനെ ഉണ്ട്, അന്ന് ഇനി എന്തൊക്കെ സംസാരം ഉണ്ടാകുമെന്നാ എൻ്റെ പേടിയെന്ന് കനക. അന്ന് നന്ദുവിനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? അവൾ വരട്ടെ, അവളുടെ 2 ചേച്ചിമാരിവിടെ ഉണ്ട്. നവ്യേച്ചിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവളെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് നയനെ അന്നേരം പറയാം. എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. പിന്നെ ഇനി അവൾ വന്നില്ലെങ്കിൽ ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തും, അത് ഉറപ്പാണെന്നും നയന പറയാട്ടോ. ഇവിടെ അങ്ങനെ ആരും വലിയ ആളൊന്നും ആവണ്ടെന്നും. നയനയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് വരാം മോളെ എന്നും പറഞ്ഞിങ്ങനെ പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞ് അവർ പോണു. നയന ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേണുവും മകളും കൂടി ഈ നവീനെ കാണാനായിട്ട് ചെല്ലും. അപ്പം നവീൻ ഇവരെ വഴക്ക് പറയണം, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഈ നിശ്ചയം മുടക്കരുതെന്നുള്ള കാര്യം. അന്നേരം സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ സാറിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയതാണ്. അതിനു മുന്നേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായതാണ്. പിന്നെ അതൊന്നുകൂടി ഓർപ്പിക്കാനാണ് ഞാൻ അന്ന് വന്നത്. അന്ന് അവിടെ കല്യാണക്കാർ സംസാരിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നവീന് ഭയങ്കര ടെൻഷൻ, ദേഷ്യം. സാറിന് നന്ദുവിനെ കല്യാണം കഴിക്കണം, അതിനു വേണ്ടി അനി ഒഴിഞ്ഞു പോകണം. അതിനാ സാർ ഈ കല്യാണത്തിന് ഇത്രയും തിടുക്കം കാണിക്കുന്നതെന്ന് പറയുമ്പം അനിയുടെ നിശ്ചയം നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂർത്തി സാറിനോടും കുടുംബത്തിനോടും ബാർഗെയിൻ ചെയ്യാമായിരുന്നു എന്ന് നവീൻ പറയാം. പിന്നെ അടുത്ത കുടുംബ കോടതിയിൽ നിങ്ങൾക്കത് പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ കുടുംബ കോടതി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തേനെന്ന കാര്യവും നവീൻ പറയാം. അവസാനം കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയും അവർ തന്നേനെ, അതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് തന്ന ഉപദേശം നിങ്ങൾക്ക് ഗുണവേ ചെയ്യത്തുള്ളായിരുന്നു. സാറേ, അവനവൻ്റെ മുറപ്പെണ്ണിനെ കെട്ടണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുമെന്ന് വേണു പറഞ്ഞപ്പം എനിക്ക് അവന്തികയെ കെട്ടണമെന്നൊന്നുമില്ല, അതുകൊണ്ട് അവൻ ഇത് ഭയങ്കര ആശ്വാസമാണെന്ന് പറഞ്ഞപ്പം സാറേ നിങ്ങളാരും പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ലെന്ന് അനാമിക പറഞ്ഞപ്പോൾ വേണ്ട, കോടതിയിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ചെടുക്കാമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, ആ വഴി ഞാൻ അടച്ചു തരാമെന്ന് നവീൻ അന്നേരം പറയുക.
ഇവർ രണ്ടുപേരും പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയേക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എന്നെ കൊച്ചാക്കാണല്ലേ എന്ന് നവി. ഞാൻ പറഞ്ഞത് എനിക്ക് നന്ദുവിനെ നേടാനുള്ള കുറുക്കുവഴിയാണല്ലേ. അടുത്ത കോടതി കൂടട്ടെ, അതോടെ ഞാൻ അവസാനിപ്പിച്ച് തരാടാ ഈ കേസ് എന്ന് പറഞ്ഞ് നവി നിൽക്കുമ്പം, സാറേ നന്ദുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അനി ഒഴിഞ്ഞു പോകണം, അതാണല്ലോ സാറ് മറ്റെന്തിനേക്കാളും ആഗ്രഹിക്കുന്നതെന്ന് വേണു പറയുമ്പം അതായിക്കോട്ടെ, എന്തായാലും അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം മുടങ്ങില്ല, അത് മൂർത്തി സാറിൻ്റെ നിലപാടാണെന്ന കാര്യം നവിയും പറയുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നന്ദുവിനെ എനിക്ക് തന്നെ കിട്ടിയിരിക്കുമെന്നും നവിയും പറയാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാലെണ്ണ കിട്ടാതിരിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാമെന്നും നവിയും പറയും അവരോട്. മൂർത്തി സാറിനെയും കുടുംബത്തെയും കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പറഞ്ഞയക്കാനാണല്ലോ അന്ന് അച്ഛനും മോളും കൂടി കള്ളക്കേസൊക്കെ കൊടുത്തത്. അന്ന് കണ്ടായിരുന്നല്ലോ ഞാൻ എങ്ങനെയാണ് ആ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്ന്. പിന്നെയാണോ ഈ ചീള് കേസ്? ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് നവീൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതിന് ഞാനൊരു അവസാനം ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ അച്ഛനും മോളും കൂടി, മോളെ വക്കീൽ വാശിയോടെയാണല്ലോ പോയത്, അച്ഛനല്ലേ എല്ലാം ചെയ്യാൻ പറഞ്ഞതെന്ന്, ഇനി ഉള്ള പിടിവള്ളിയും കൊണ്ട് നഷ്ടപ്പെടുവോ, എങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് അനാമിക പറയാ വേണുവിനോട്. അങ്ങനെ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് അനിയും ആദർശം കൂടി മുകളിലോട്ട് കയറി വരും. അപ്പോൾ അനി അവിടെ ഇരിപ്പുണ്ട്. അനി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. മനഃപൂർവ്വം നീ നന്ദുവും കൂടെ ഉണ്ടാക്കിയ നാടകമല്ലേ ഇതൊക്കെയെന്ന് ചോദിച്ചു അന്നേരം അനിയോട് നയന. അപ്പോൾ ഒരിക്കലും അല്ല ഏട്ടത്തിയെന്ന് അനി പറയാം അവരോട്. നിശ്ചയം മുടങ്ങിയതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, അത് ഞാൻ മറച്ചു വയ്ക്കുന്നുമില്ല, പക്ഷേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നാടകവും കളിച്ചിട്ടില്ല. അപ്പം ഇക്കാര്യത്തിൽ നിന്നെ നന്ദുവിനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലെന്ന് ആദർശ് പറഞ്ഞപ്പം അപ്പോൾ വേണുവിൻ്റെയും അവരുടെ മോളുടെയും സ്വഭാവം അറിയാത്തതുപോലെയാണ് ഏട്ടനും ഏട്ടത്തി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അനി പറയാം ഇവരോട്. അവരെന്ത് നെറുകേടും കാണിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റും കൊടുത്തു. പിന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ നന്ദുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അവൾക്കൊരു പരാതി കിട്ടിയാൽ അത് ന്യായമുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ് അവൾ. എടാ പക്ഷെ പരാതി കിട്ടിയ ഉടനെ ഇത്ര നടപടി ആവേശപരമായിട്ട് എടുക്കേണ്ട വല്ല കാര്യമുള്ളതാണോ എന്ന് ചോദിച്ചു. അന്നേരം ഏട്ടാ അവൾ അങ്ങനെ നടപടി എടുത്തില്ലായിരുന്നെങ്കിലേ ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു പോകുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സ്ഥിതി? നന്ദു എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അതാണല്ലോ നീയും ആഗ്രഹിക്കുന്നതെന്ന് ആദർശ നേരം പറഞ്ഞു. ഇതിനു മുന്നേ നീ പോലീസ് ലോക്കപ്പിൽ വരെ പോയി കിടന്നതല്ലേ സന്തോഷത്തോടെ. അപ്പം നിനക്ക് ഏത് നേരവും നന്ദുവിനെ കാണുകയും ചെയ്യായിരുന്നല്ലോ. ഞങ്ങൾ തമ്മിൽ ഏട്ടൻ കരുതുന്നത് പോലെ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് അനി അന്നേരം പറഞ്ഞു. അങ്ങനെയൊന്നും നീ പറയണ്ടെന്ന് നയന. ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് നന്ദു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എല്ലാവരും മുന്നിലും പിന്നിലും നിന്ന് ഉപദേശിച്ചിട്ടും നന്ദുവിന് പോലും അനിയെ മറക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് നയന നേരം പറഞ്ഞു. അപ്പോൾ എങ്ങനെ മറക്കാൻ പറ്റും? ഇവൻ അതുപോലെയല്ലേ അവളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. MD കസേര എനിക്ക് തിരികെ തന്നതിന് ശേഷം ഇവൻ ഡാൻസ് കളിച്ചത് ആഘോഷിച്ചത്. അതേപ്പറ്റി ഇളയമ്മ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് അതൊക്കെ? ഇവൻ ഫ്രീ ആയി, ഇവൻ ഇനി നന്ദുവിനൊപ്പം ചുറ്റിക്കറങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിട്ട് നീ പറയുന്നത്. എടാ നിന്റെ ചിരിയിൽ നിന്ന് തന്നെ അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ആദർശ നേരം പറഞ്ഞു. നിന്റെ മനസ്സിലുള്ളത് ഞാൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞതായിരിക്കും നീ ആലോചിക്കുന്നത് അല്ലേ? അപ്പം ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല ഏട്ടാന്ന് അനിയ നേരം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാ അനി, നിശ്ചയം മുടങ്ങിയതിൻ്റെ സന്തോഷം നീ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കരുതെന്ന് നയന അനിയോട് പറഞ്ഞു. അതിവിടെയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ സംസാരത്തിലേക്ക് പോകുമെന്നും നയന പറഞ്ഞു കേട്ടോ. മുത്തശ്ശൻ്റെ സ്വഭാവം നിനക്കറിയാലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണെങ്കിലും പുറത്താക്കും. അങ്ങനെയൊന്നും പുറത്താക്കത്തില്ല ഏട്ടത്തി. പിന്നെ ഏട്ടൻ്റെ MD സ്ഥാനം കളഞ്ഞത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ, അത് മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ കാണിക്കുന്നത് നല്ലതാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്ന് ആദർശ നേരം പറയാം. വേണു അയാളുടെ മോളും ഭാര്യയും കൂടെ ചെന്നിട്ടാണ് പരാതി കൊടുത്തത്. അതിന് നിങ്ങളെന്താ എന്നെ പഴിക്കുന്നത്? അവസാനം ഇതേപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ കരുതുന്നത് പോലെ ഇത് നടക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം, അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ആദർശം നയനയും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകട്ടെ. അപ്പം നയന വന്നിട്ടതേ അനി, നിങ്ങൾ എത്ര വിചാരിച്ചാലും എനിക്കും നന്ദുവിനും ഒന്നിക്കാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ജീവിച്ച രണ്ടാൾക്കും കൊള്ളാവെന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് പോയി. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാളും സുഖവും സന്തോഷമുള്ള കാര്യമാണ് അവൾക്കും എനിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അബി കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലെ സന്തോഷവും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ നബി അങ്ങോട്ടേക്ക് വരും. ഇവനിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. നീ നിൻ്റെ അമ്മയും അനിയത്തെയൊക്കെ വേദനിക്കണം എടാ, വേദനിച്ചു മരിക്കണം. നിനക്കൊക്കെ ഇനി ഈ ജന്മം ഒരു സന്തോഷം ഉണ്ടാകരുതെന്നൊക്കെ നവ്യ മനസ്സിൽ പറയാം. ഞാനിപ്പോൾ ഡബിൾ പ്ലേ കളിക്കുന്നത് പോലെ അല്ലടാ, നീയല്ലേ എന്നെ കൊല്ലാക്കൊല ചെയ്തതെന്നും നവ്യ പറയാം കേട്ടോ മനസ്സിൽ. എന്നിട്ടിങ്ങനെ ആ ചിരിയൊക്കെ അങ്ങ് മായിച്ച് സങ്കടഭാവത്തിൽ അബിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അബി
ദേ എല്ലാം പോയല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് അഭി. അപ്പം നീ പറഞ്ഞത് 100% ശരിയാടാ. നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൾ ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം അവളായിരിക്കും ആ വേണുവിനെയും മോളെയും കൃത്യസമയത്ത് തന്നെ ഇളക്കി വിട്ടത്. 100% അത് ഉറപ്പാണെന്ന് നവ്യ. നിന്റെ അനിയത്തേക്കാണ്. പക്ഷേ അവളെ ഇല്ലാതാക്കാതെ ഒരു രക്ഷയില്ല എന്ന് അഭി അന്നേരം നവ്യയോട് പറയാം. AN ജ്വല്ലറിയിൽ ഇന്ന് തകർന്നതിൻ്റെ പിന്നിൽ നിന്റെ അനിയത്തിക്ക് നല്ലൊരു പങ്ക് തന്നെയുണ്ടെന്ന് പറഞ്ഞപ്പം എന്നാലും അവളിൽ നിന്ന് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല അഭി എന്ന് നവ്യ പറയണു. എനിക്കും ഇതിൽ നല്ല പങ്കുണ്ട്. അവനും നന്ദും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് തന്നെ. അത് ചിലപ്പോൾ നീ പറഞ്ഞത് ശരിയായിരിക്കും. അനി ഈ കല്യാണം വേണ്ട എന്ന് ഏതു നേരവും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ എന്നും നവ്യ പറയുമ്പോൾ, പക്ഷെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അനി അവന്തികയും തമ്മിൽ ഒന്നിപ്പിക്കുമെന്നുള്ളതെന്ന് അഭി പറയുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഒന്നിക്കുവാണെങ്കിലേ ആ കല്യാണത്തിൻ്റെ അന്ന് നിന്റെ പെങ്ങളെ ഞാൻ ചിലപ്പോൾ കൊന്നെന്ന് പോലും വരുമെന്ന് നമ്മുടെ നവ്യ മനസ്സിൽ ചിന്തിക്കുക. ഈ വാശിക്ക് ഉറപ്പായിട്ടും ഹനിയും അവന്തികയും തമ്മിൽ ഒന്നിപ്പിക്കുകയാണ് വേണ്ടത് അഭി എന്ന് നവ്യ പറയണം. അങ്ങനെ അവർ ഒന്നിക്കണമെങ്കിൽ അതിനു മുന്നേ നന്ദുവിൻ്റെ കല്യാണം നടന്നേ പറ്റൂ എന്ന് ഈ അഭി പറയാം. അവൾ ഒരുത്തൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അനി ഒരിക്കലും അവളെ കാത്തിരിക്കില്ല എന്നും പറഞ്ഞു. നന്ദു അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് നവ്യ അന്നേരം. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പം ഭയങ്കര ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും തീരുമാനം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നും നവ്യ പറയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നും. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോണു. നവ്യ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നത് ചിരിച്ചോണ്ടാണ് പോകുന്നത്. വിജയശ്രീ ലാളിതയായി പോകുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ അഭി എന്നൊരു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നവ്യ. അതെല്ലാം കഴിഞ്ഞ് ഇവനിങ്ങനെ ഭയങ്കര കലിപ്പിച്ച് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നയനയും ആദർശിനെയും ആട്ടോ. അവർ രണ്ടുപേരും കൂടെ മുറിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ നന്ദു ചെയ്തത് ഒരിക്കലും ഒരു തെറ്റല്ല. ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അതിൽ ആക്ഷൻ എടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുക. അപ്പോൾ ഇത് കേട്ടപ്പം അവൾക്ക് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് മുത്തശ്ശിനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ആദർശ് ഏട്ടാ എന്ന് നയന പറയുമ്പം അങ്ങനെയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമായേനെ എന്ന് ആദർശ് പറയാം. മോതിര കൈമാറ്റം നടത്തിയിരുന്നെങ്കിൽ അടുത്ത കോടതി കുടുംബം അനാമയുടെ വക്കീൽ അത് വലിയ ഇഷ്യൂ ആക്കിയേനെ. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും അനിയും നന്ദും തമ്മിലുള്ള ഇഷ്ടം മാറാതെ അവന്തികയുടെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം നയന. നന്ദു എനിക്ക് വിധിച്ച പെണ്ണാണെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് നയന എന്ന് പറഞ്ഞപ്പം എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ആദർശേട്ടാ. നമ്മളതിനെതിരല്ലല്ലോ എന്ന് നയന പറയണു. പിന്നെ എൻ്റെ വീട്ടുകാരെക്കാളും എന്നെ ഭയപ്പെടുത്തുന്നത് അനിയുടെ അമ്മയാണെന്നുള്ള കാര്യം നയന പറയുകയും ചെയ്തു. ആ ബന്ധം നടക്കുകയാണെങ്കിൽ ഇളയമ്മ എൻ്റെ അച്ഛനെയും അമ്മയും ആയിരിക്കും കൂടുതൽ പഴിക്കാൻ പോകുന്നത്. 3 പെൺമക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടുവെന്നും പറഞ്ഞ് ഏത് നേരവും ആക്ഷേപിക്കുമെന്നും പറഞ്ഞു. അപ്പം അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് ആദർശ് പറയുക. പിന്നെ നിന്റെ അച്ഛനും അമ്മയും എൻ്റെ മുത്തശ്ശിയിൽ നിന്നൊരു വാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അനി ഒരിക്കലും ഇനി നന്ദുവിനൊരു ശല്യമാവില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. മുത്തശ്ശനൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്നും മാറുന്ന ആളല്ല എന്നും. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ മനസ്സിൽ അനിയും നന്ദുവിനെയും ഒന്നിപ്പിക്കാത്തതിൻ്റെ വിഷമം ശരിക്കുണ്ട് എന്നുള്ളത്. അതിപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്കും അതിൽ നല്ല വേദനയുണ്ടെന്ന് നയന പറഞ്ഞപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നന്ദുവിനോടും അനിയോടും ചോദിക്കുമ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പവേ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ആദർശേട്ടാ. നമ്മളെ പറ്റിക്കാൻ അനിയുടെ പിന്നാലെ ആദർശേട്ടനൊന്ന് നടന്നു നോക്കും. അപ്പം അറിയാം അവരൊക്കെ തമ്മിൽ എവിടെ വെച്ച് കാണുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവന്തിക തിരികെ വന്നതിന് ശേഷം സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് അവളെ വേദനിപ്പിക്കാനും തോന്നുന്നില്ല എന്നും അതാണ് അതിനേക്കാളും വലിയ സങ്കടമെന്നും ആദർശ് പറയുമ്പം ഇനിയിപ്പോൾ എന്തായാലും അനിയുടെ ഡിവോഴ്സ് ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നിശ്ചയത്തെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആ ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നിൽ അനിയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നും. വേറൊന്നും കൊണ്ടല്ല, അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നവീൻ. അതുകൊണ്ട് നവീനും അനിയും തമ്മിൽ എന്തെങ്കിലും ഒരു കളി ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയാം ആദർശം. പക്ഷെ നവീന് അനി അവന്തികയും തമ്മിൽ ഒന്നിക്കുന്നതിനോട് വലിയ താല്പര്യമാണല്ലോ. അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക്. നവീൻ കൈവിട്ട പെണ്ണാണല്ലോ അവന്തിക. അതൊന്നും പറയാൻ പറ്റത്തില്ല. അനി തന്നെ എൻ്റെ കാല് പിടിച്ചതുപോലെ നവീൻ്റെ കാലും പിടിച്ചിട്ടുണ്ടെങ്കിലോ അവൻ ചിലപ്പോൾ അനിക്കൊപ്പം നിന്നൊന്നും വരാം. നമുക്കങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതെ, അന്ന് അനാമികയും അനിയും വിവാഹം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അനിയും നന്ദുവിനെയും നമ്മൾ ഒന്നിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാ തലവേദനകളും ഒഴിഞ്ഞു പോയേനെയെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയാം. ഇതിപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ബന്ധം അനിയുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതേ സമയത്ത് അനി അവിടെ സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് വരും കേട്ടോ. അവന്തിക വന്നപ്പോൾ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത്, ഹാപ്പി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവന്തിക വരുന്നത്. അപ്പോൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ നിശ്ചയം വേണ്ടാന്ന് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ അനി. നമ്മുടെ കല്യാണത്തോടും എനിക്ക് ഒരു താല്പര്യവും ഇല്ലയെന്നും അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണെന്ന് അനി അവന്തികയോട് പറയണം.
പിന്നെ നിൻ്റെയും ഈ വീട്ടിലുള്ളവരുടെയും നിർബന്ധം കാരണമാണ് ഞാൻ എല്ലാത്തിനും കൂട്ടു നിന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരുത്തിയെ കൊണ്ട് എല്ലാം മുടക്കിച്ചതായിരിക്കും അല്ലേ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പം, എടി എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അറിഞ്ഞതുപോലുമില്ല മുത്തശ്ശനെ നന്ദു വിളിച്ചു പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തെയും പോലും. അവർ വെറുതെ ഒന്നും അല്ല ചോദിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ നടന്ന നാടകമൊക്കെ. അന്നേരം എടി അനാമികയും അവളുടെ അച്ഛനും അമ്മയായിട്ടുള്ള എൻ്റെ ശത്രുത നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഞാൻ പറയുമോ അവരോട് പോയി കേസ് കൊടുക്കാനായിട്ട്? അവർ കേസ് കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് മുത്തശ്ശനെ നന്ദു വിളിച്ചത്. അനിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദുമായിട്ട് അനിയേട്ടൻ ഒന്നിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നിക്കണമെന്ന് ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചു. ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം രണ്ടാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അവന്തികയെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ആ ബന്ധത്തിനെ ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്നത് അനിയേട്ടൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുമ്പം അതിലുപരി നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഒന്നിക്കുന്നതിൽ എൻ്റെ അമ്മയെപ്പോലെ തന്നെ എതിർപ്പുണ്ടെന്ന് പറയാം. അവരുടെ കാര്യം വിട്, അവരൊക്കെ അവസരവാദികളാണെന്ന കാര്യം അവന്തിക പറയുവാട്ടോ. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ആ രണ്ടെണ്ണത്തിനും നന്ദു ഇങ്ങോട്ട് വരുന്നതിൽ വലിയ എതിർപ്പൊന്നും കാണത്തില്ല എന്നും ചുളുവിന് 3 എണ്ണത്തിൻ്റെ കല്യാണം നടന്നു പോകുമല്ലോ എന്നൊക്കെ അവന്തിക പറയണം. നീ അങ്ങനെയൊന്നും പറയണ്ട, നീ ഞാനും തമ്മിലുള്ള കല്യാണം നടക്കുമ്പോഴും അങ്ങനെ ചുളുവിൽ നടക്കുന്ന കല്യാണമാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. എന്താ വേറൊരാൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്നെ അന്തസ്സായിട്ട് ഇവിടെയുള്ളവർ പറഞ്ഞയക്കത്തില്ലേ? എനിക്ക് അവകാശപ്പെട്ടതൊക്കെ തന്നിട്ട് ഞാൻ പറഞ്ഞയക്കില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നിനക്ക് അതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. നേരം അനി, ഞാനും നന്ദുവും തമ്മിലുള്ള അടുപ്പമുണ്ടോ എന്നുള്ളത് നിനക്ക് സംശയമുണ്ട്. ആ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അത് പ്രശ്നമാകുമെന്ന് അനി പറയാം. പിന്നെ നമ്മുടെ ദാമ്പത്യത്തിനിടയിൽ എപ്പോഴും നന്ദു ഒരു കല്ലുകടി ആയിരിക്കും എന്നും പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒന്നിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവന്തിക. ഞാൻ അതിൻ്റെ പേരിൽ അനിയേട്ടനെ ശല്യം ചെയ്യാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നതേ ആണിനും പെണ്ണിനും ഇഷ്ടപ്പെടണം, അല്ലാതെ ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കിയിട്ട് കല്യാണമൊന്നും നടത്തരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ബന്ധം വേണമെന്ന് ഞാൻ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ഈ അവന്തിക പറയുന്നു. എന്ന് പറഞ്ഞേക്കാം, അനി കല്യാണം കഴിഞ്ഞാലും എനിക്കിവിടെ നിൽക്കാമല്ലോ, എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് അനിയേട്ടൻ കരുതണ്ട എന്ന് അവന്തിക. അനി അന്നേരം അന്തം വിട്ടിങ്ങനെ നിൽക്കുക. പക്ഷേ ഈ അവന്തികയുടെ സ്വഭാവം എന്താണെന്നും അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും കണ്ടുപിടിച്ചു അനി. ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് മകൾ നേരെ അച്ഛനെ കാണാനാണ് പോകുന്നത്. അപ്പം അച്ഛനെ കാണാൻ വരുന്നത് അപകടമാണെന്ന് എനിക്കറിയാം, പക്ഷേ അവിടെ നിന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്ന് അവന്തിക പറഞ്ഞപ്പം, ചടങ്ങ് മുടങ്ങിപ്പോയതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമൊക്കെ ഉണ്ട് മോളേന്ന് നാഗേന്ദ്രൻ അന്നേരം പറയാട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും നീ അനിയെ നഷ്ടപ്പെടുത്തരുത്. അപ്പം അതിനെങ്ങനെ പറ്റും അച്ഛാ? അവളാ തടസ്സം. ആ നന്ദു അവളായിരുന്നു നമുക്ക് പലതിനും തടസ്സമെന്ന് നാഗേന്ദ്രൻ അന്നേരം പറയുക. അതുകൊണ്ട് അവളെ ഞാൻ ഒഴിവാക്കാനൊന്ന് നോക്കിയതാണെന്നും നാഗേന്ദ്രൻ പറയുക കേട്ടോ. പക്ഷേ 4 കരുത്തന്മാരായ ആണുങ്ങളെ അടിച്ചു വീഴ്ത്താൻ തക്ക ഹെൽപ്പുള്ളവളാണ് ഈ പറയണ നന്ദു എന്ന് പറയുന്നവൾ. പക്ഷേ അന്ന് ആദർശ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിശ്ചയം അലമ്പിക്കളയാൻ അവൾ ഉണ്ടാകുമായിരുന്നില്ല എന്നു പറയുമ്പോൾ, അവൾ മാത്രമല്ല വേറൊരുത്തി ഉണ്ടല്ലോ, അനാമിക, അവരെ പേടിക്കാനൊന്നുമില്ല മോളെ. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് പറയാണ് നാഗേന്ദ്രൻ. അതിപ്പോൾ മൂർത്തി കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടത് കൊടുക്കുമെന്ന കാര്യം പറയാം കേട്ടോ. പിന്നെ അഭിയുടെ പക്കൽ കൊടുത്തു വിട്ടാലും മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞപ്പം, അത് സംശയമൊന്നും അല്ല, സത്യം തന്നെയാണെന്ന് അവന്തിക അച്ഛനോട് പറയണം. പിന്നെ ഈ നിശ്ചയം മുടങ്ങിയതിലെ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാണെന്ന് അറിയോ അച്ഛനെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അവന്തിക നോക്കിയിരിക്കുക. അത് അനിയേട്ടന് തന്നെയാണെന്നും ഞാൻ അയാളുടെ അടുത്തോട്ട് ചെന്നപ്പോഴേ ഉള്ളിലെ സന്തോഷമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ സംസാരിച്ചതെന്നും അവന്തിക പറയാട്ടോ. പിന്നെ ഈ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയതിൽ ലേശം പോലും വിഷമം അനിയേട്ടനില്ല എന്നും മകൾ അച്ഛനോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.